എല്ലാ സംഘടനകളുടെയും അതുപോലെ തന്നെ പൗരജനങ്ങളുടെയുമൊക്കെ പ്രമുഖരായ പ്രതിനിധികളെല്ലാവരും വേദിയിലുണ്ട്. ഇവിടെ ഇസ്മായിൽ വളരെ സമയമെടുത്ത് എല്ലാവരെയും പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനായ തങ്ങളവർക്ക് അല്പം യാത്ര ചെയ്ത് വേറെ പരിപാടിക്ക് എത്താനുള്ളത് കൊണ്ട് ദീർഘമായിട്ടൊട്ട് പ്രസംഗിക്കുന്നുമില്ല. നമ്മുടെ ഹാരിസ് ബീരാന് കൈതപ്പുറം പുരസ്കാരം നൽകുന്ന ചടങ്ങ് കൂടി കഴിഞ്ഞതിന് ശേഷം മതി തങ്ങളുടെ യാത്ര എന്നുള്ളതുകൊണ്ട് എൻ്റെ പ്രസംഗം ഹ്രസ്വം ആക്കേണ്ടി വന്നിരിക്കുന്നു. ഞാനതാക്കും എന്ന് ആദ്യം തന്നെ ഉറപ്പ് പറയുകയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു പൗര സ്വീകരണമാണ് ഇന്ന് ഈ ഹാളിൽ നടക്കുന്നത്. ബഹുമാനായ ഹാരിസ് ബീരാൻ അവർകൾ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ എത്തിയപ്പോൾ അത് വളരെ അധികം സ്വീകരിക്കപ്പെട്ടു. തങ്ങളുടെ ആ തീരുമാനം വളരെ അധികം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. എല്ലാവരും വളരെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന, പാർട്ടി ഒരുപക്ഷെ പാർട്ടിയുടെ കാര്യമായ ഒരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് പാർട്ടിയുടെ പാരമ്പര്യമായി തന്നെ എല്ലാ അർഹതയുമുള്ള ഒരാൾ ആയതുകൊണ്ട് കൂടിയാണ് ഹാരിസ് ബീരാൻ അവരുകളെ ഈ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത്. എങ്കിലും പ്രതീക്ഷിക്കാത്ത കോർണറുകളിൽ നിന്നൊക്കെ ബഹുമാനായ ഹാരിസ് ബീരാനെ പാർലമെൻറ്റിലേക്ക് അയച്ചത് വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്തു. എല്ലാവരും തങ്ങളെ അനുമോദിക്കുകയുണ്ടായി, പാർട്ടി അനുമോദിക്കുകയുണ്ടായി. അതുപോലെ ഒന്നാണ് ഇന്നിപ്പോൾ ഇവിടെ നൽകുന്ന ഈ പൗര സ്വീകരണവും. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നമുക്കൊക്കെ അറിയാം, ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യം മതസൗഹാർദ്ദമൊക്കെ നിലനിർത്താൻ വേണ്ടി നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രമാണ്. ബാഫഖി തങ്ങളുടെ കാലത്ത് കേരള രാഷ്ട്രീയം ഒരു സ്ഥിരതയില്ലാതെ അനിശ്ചിതത്വത്തിൽ പോയ സന്ദർഭത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന് രൂപം കൊടുത്തത് പോലും എല്ലാവരും ചരിത്രം എടുത്ത് പറയാറുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് പൊതുസമൂഹത്തിന് വേണ്ടി കേരളത്തിന് സുസ്ഥിരമായ ഒരു മുന്നണി ഉണ്ടാവൽ ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയ ചരിത്രം പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയില്ലായിട്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം ആരംഭകാലത്തുള്ളത് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും അവസാനം ഹാരിസ് ബീരാനെ തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഒരു പൊതു പ്രാധാന്യം എടുത്തു പറയാനാണ്. എല്ലാവരും സ്വീകരിച്ചു ഈ തീരുമാനത്തെ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഹെൽപ്ലെസ്സായ, യാതൊരു നിലക്കും ഒരു തരത്തിലുള്ള ഗതിയുമില്ലാതെ ആളുകൾ സുപ്രീം കോടതിയിലേക്ക് നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് ആ ഏകാധിപത്യ യാത്രക്ക് അല്പം ഒരു ശമനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതുകൂടി ഉണ്ടായിട്ടില്ല എങ്കിൽ ഏക ശരണം സുപ്രീം കോടതിയായിരുന്നു. ഇന്നും അത് തീർന്നിട്ടില്ല. ശ്രീ കേജ്രിവാൾ, അതുപോലെ ഞാൻ എണ്ണപ്പെട്ട ഒട്ടേറെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നത് എല്ലാവരും ഹെൽപ്ലെസ്സായി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പൗരത്വ നിയമം വന്നു, അതുപോലെ പലതും വന്നു. ആ സമയത്തൊക്കെ ഇന്ത്യയിലെ പ്രമുഖരായ ഏറ്റവും നല്ല നിയമജ്ഞന്മാരെ അണിനിരത്തിക്കൊണ്ട് പാർട്ടിക്ക് പോരാടാനുള്ള വേദി ഉണ്ടാക്കിയത് ഹാരിസ് ബീരാണ്. ആ കോർഡിനേഷൻ്റെ ഏറ്റവും വലിയ ഘടകം ഹാരിസ് ബീരാണ്. മണിക്കൂറുകളോളം ശ്രീ കപിൽ സിബലിൻ്റെയൊക്കെ റൂമിലിരുന്ന് കേസുകൾ ഡിസ്കസ് ചെയ്ത് ഞാനിപ്പോൾ ഓർക്കുക. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിയമ നിർമ്മാണ സഭയാണ്. മറ്റത് സുപ്രീം കോടതി എന്ന് പറയുന്നത് നിയമം വ്യാഖ്യാനിക്കുന്ന വേദിയാണ്.
ആ നിയമനിർമ്മാണ സഭയിൽ അല്പസമയം ഇരുന്നപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം ആരിസ് ബീരാൻ്റെ സംഭാവനകൾ. നിയമം വരുമ്പോൾ അത് സംബന്ധിച്ച് അഭിപ്രായം പറയാനും ഒക്കെ അദ്ദേഹത്തെ അതാത് ഘട്ടത്തിൽ കൺസൾട്ട് ചെയ്തിരുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ നിയമം നിർമ്മിക്കാനും ആ നിയമത്തെ ദുരുപയോഗപ്പെടുത്തി തടയാനും ഒക്കെ ആവശ്യമായ ഒരു കാലഘട്ടത്തിൽ ആ പണിക്ക് പറ്റിയ ഒരാളെ വേണം എന്ന് തങ്ങൾ തീരുമാനിച്ചു എങ്കിൽ അതിന് വളരെ പ്രാധാന്യം. സാന്ദർഭികമായി പറയട്ടെ, ഫീസ് അദ്ദേഹം പല കേസിലും വാങ്ങുന്നുണ്ടാവാം. പക്ഷേ കപിൽ സിബിലിന് പോലും തങ്ങൾ പിന്നെ ഇതുവരെ പറയാത്തൊരു കാര്യം പറയാണ്. അതുപോലെ തന്നെ തങ്ങൾക്കറിയാം, പബ്ലിക്കിൽ ഇവിടെ ഈ എന്താ പറയുക, ടൗൺ ഹാളിലാണ് പറയാൻ നല്ലത്. പൗരത്വ കേസിന് ആരിസ് ബീരാൻ എന്നല്ല, കപിൽ സിബിൽ പോലും നയാ പൈസ വാങ്ങിയിട്ടില്ല. വാങ്ങാതെയാണ് ആ കേസ് വാദിച്ചത്. ഒരു വരവിന് അനവധി ലക്ഷങ്ങൾ കൊടുക്കുന്ന ആളാണ്. പക്ഷെ അനവധി വരവ് വന്നു, 10 പൈസ വാങ്ങിയിട്ടില്ല. അതൊക്കെ ആരിസ് ബീരാൻ്റെ കൂടി സംഭാവനയാണ്. അർഹിക്കുന്ന ഒരു പദവി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയും ബഹുമാനപ്പെട്ട തങ്ങളും കൊടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളാണ് എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി നല്ല സ്ട്രോങ്ങായി വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. തമിഴ്നാട്ടിലെ സാന്നിധ്യം നമുക്കറിയാം. പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിനൊരു സെക്രട്ടേറിയറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഡൽഹിയിൽ മലയാളികളും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഈ വേദിയിൽ തന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് നല്ലൊരു സാന്നിധ്യം ഇപ്പോൾ പാർട്ടിക്കുണ്ട്. എല്ലാം വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ആളുകളാണ്. അവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി, യുവജന കമ്മിറ്റി, അതുപോലെ അതിൻ്റെ വിദ്യാർത്ഥി ഘടകം, ഇവരൊക്കെ കൂട്ടത്തിൽ ഹാരിസ് ബീരാൻ ഒരു വലിയ കോർഡിനേറ്റിംഗ് പോയിൻ്റായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ ആവശ്യമായ ഘട്ടത്തിൽ നടത്തിയ നിർണായകമായ ഒരു ഇടപെടലാണ്. ബാപ്പയ്ക്ക് തങ്ങൾ അന്ന് ചെയ്ത പോലെ, ശിഹാബ് തങ്ങൾ പല ഘട്ടത്തിലും ചെയ്ത പോലെ, അതിൻ്റെ പിതാവിനെ 2 മന്ത്രിസഭയിൽ ഞാൻ പാർട്ടി അസംബ്ലി പാർട്ടി ലീഡറായിരിക്കുന്ന സമയത്ത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയി നിയമിച്ചത് തങ്ങളായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പല കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്ത കാര്യമാണ്. നേരത്തെ ഇവിടെ കെട്ടുകണക്കിന് ഇതുമായി പാണക്കാട്ട് വന്നു മരിച്ചപ്പോൾ എന്ന് നേരത്തെ ഇസ്മായിൽ പറഞ്ഞത്. അതുപോലുള്ള അനവധി ചരിത്രങ്ങൾ ഉണ്ട്. സമയദൗർബല്യം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും വലിയ ഗുണം പൊതുസമൂഹത്തിനും മതേതരത്വത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനക്കൊക്കെ ഉണ്ടാവുന്ന ഒരു നല്ല തീരുമാനം അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുകയാണ്. വരാൻ പോകുന്ന പോരാട്ടങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ സ്മരിക്കുന്നു. ജയ്.